ഏവർക്കും ദേവു സ്റ്റഡി വേൾഡിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HST എക്സാമിനോടനുബന്ധിച്ചും അതുപോലെ സെറ്റ്, കേറ്ററ്റ്, നാച്ചുറൽ സയൻസ് എക്സാമിനോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അതുപോലെ അതിൻ്റെ എക്സ്പ്ലനേഷൻസുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം yeast artificial chromosome vectors contain selectable markers, loss of which marker at the cloning site distinguishes the relegated YACs from the original vector marker. ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം, യാക്ക് എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം ആണ്, നമുക്കറിയാം അല്ലേ. ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം വെക്റ്റർ കണ്ടെയ്ൻസ് സെലക്റ്റബിൾ മാർക്കേഴ്സ്, loss of which marker at the cloning site distinguishes the relegated YACs from the original vector marker. ഓപ്ഷൻസ് TRP1 ഉണ്ട്, SUP4, URA3, അതുപോലെ CEN. ഇതിലേതാണ് ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, SUP4 ആണ്. SUP4 ആണ് ആൻസർ. SUP4 ആണ് ആൻസർ വരുന്നത്. ഇനി നമുക്കതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. എന്താണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് നോക്കാം. നമുക്കറിയാം ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം വെക്റ്റർ എന്ന് പറഞ്ഞാൽ കണ്ടെയ്ൻസ് ദ ഫോളോവിങ് ഫങ്ഷണൽ എലമെൻറ്റ്സ് അല്ലേ. കുറച്ച് ഫങ്ഷണൽ എലമെൻറ്റ്സിനകത്തുണ്ട്. എന്തൊക്കെയാണ്? ARS സീക്വൻസ് ഫോർ റെപ്ലിക്കേഷൻ, സെക്കൻഡ് CEN4 സീക്വൻസ് ഫോർ സെൻട്രോമെറിക് ഫങ്ഷൻ, തേർഡാണ് ടീലോമെറിക് സീക്വൻസ് ഫോർ പ്രൊട്ടക്ഷൻ, ഫോർത്താണ് ഇത് 1 or 2 സെലക്റ്റബിൾ മാർക്കർ ജീൻ ആസ് TRP1 ആൻഡ് URA3. അതുപോലെ ഫിഫ്ത്താണ് SUP4 എ സെലക്റ്റബിൾ മാർക്കർ. നെക്സ്റ്റ് നെസസറി സീക്വൻസ് ഫ്രം ഈക്കോളെ. ഇതെല്ലാം ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം വെക്റ്ററിൻ്റെ എലമെൻറ്റ്സ്, ഫങ്ഷണൽ എലമെൻറ്റ്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം. ARS സീക്വൻസ് ഫോർ റെപ്ലിക്കേഷൻ സീക്വൻസ് ഉണ്ട്. അതുപോലെ CEN4 സീക്വൻസ് ഫോർ സെൻട്രോമെറിക് ഫങ്ഷനായിട്ട് CEN4 സീക്വൻസ് ഉണ്ട്. ടീലോമെറിക് സീക്വൻസ് ഫോർ പ്രൊട്ടക്ഷൻ. ടീലോമെറിക് സീക്വൻസ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അതുപോലെ 1 or 2 സെലക്റ്റബിൾ മാർക്കർ ജീനുണ്ട്, TRP1ഉം അതുപോലെ URA3യും. നെക്സ്റ്റ് ആണ് SUP4 എന്ന് പറയുന്നതും എന്താണ്? ഒരു സെലക്റ്റബിൾ മാർക്കറാണ്. അതുപോലെ എന്താണ്? നെസസറി സീക്വൻസ് ഫ്രം ഈക്കോളെ. റീകോമ്പിനൻറ്റ് ക്ലോൺസ് ആർ ഐഡൻറ്റിഫൈഡ് ഡ്യൂ ടു ദ ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ ഓഫ്, അതായത് റീകോമ്പിനൻറ്റ് ക്ലോൺസിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഡ്യൂ ടു ദ ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ ഓഫ് SUP4 ഡിറ്റക്റ്റഡ് ബൈ എ സിമ്പിൾ കളർ. അത് വെച്ചിട്ടാണ് നമ്മൾ എന്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? റീകോമ്പിനൻറ്റ് ക്ലോൺസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഇൻ മെച്വർ അറാബിഡോപ്സിസ് എംബ്രിയോ റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം കൺസിസ്റ്റ് ഓഫ് സെൽ ഡിറൈവ്ഡ് ഫ്രം. In mature Arabidopsis embryo, root apical meristem consists of cell derived from options embryo and apical suspensor cells, embryo, suspensor, hypophysis. ഇതിലേതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചത്. ഇൻ മെച്വർ അറാബിഡോപ്സിസ് എംബ്രിയോയിൽ റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം കൺസിസ്റ്റ് ഓഫ് സെൽസ് ഡിറൈവ്ഡ് ഫ്രം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, എംബ്രിയോ ആൻഡ് എപ്പിക്കൽ സസ്പെൻസർ സെൽസ് ആണ് ആൻസർ വരുന്നത്. ഇനി നമുക്കതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ദ റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം, അതായത് റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം കണ്ടെയ്ൻസ് ദ ഓൺലി സെൽസ് ഇൻ ദ പ്ലാന്റ് എംബ്രിയോ ദാറ്റ് ആർ ഡിറൈവ്ഡ് ഫ്രം ദ സസ്പെൻസർ റാദർ ദാൻ ദ എംബ്രിയോ പ്രോപ്പർ. പാർട്ട് ഓഫ് ദ റാമിൻ്റെ പാർട്ട് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ എംബ്രിയോ പ്രോപ്പറിൽ നിന്നാണ് റാമിൻ്റെ പാർട്ട് ഡിറൈവ് ചെയ്യുന്നത്. പക്ഷേ ദ ക്വിസൻ സെൻറ്റർ ആൻഡ് ക്വിസൻ സെൻറ്ററും അതുപോലെ കോളുമല്ല ഇനീഷ്യൽസ് ആർ ഡിറൈവ്ഡ് ഫ്രം ദ വെരി ലാസ്റ്റ് സെൽസ് ഓഫ് ദ സസ്പെൻസർ കോൾഡ് ദ ഹൈപ്പോഫൈസിസ് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്? റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം, റാം കണ്ടെയ്ൻസ് ഓൺലി സെൽസ് ഇൻ ദ പ്ലാന്റ് എംബ്രിയോ ദാറ്റ് ആർ ഡിറൈവ്ഡ് ഫ്രം ദ സസ്പെൻസർ അല്ലേ. സസ്പെൻസറോ അതുപോലെ എന്താണ്? റാദർ ദാൻ ദ എംബ്രിയോ പ്രോപ്പറിൽ നിന്നും ആയിരിക്കാം. പാർട്ട് ഓഫ് ദ
റാമിൻ്റെ പാർട്ട് ഡിറൈവ് ചെയ്യുന്നത് എംബ്രിയോ പ്രോപ്പറിൽ നിന്നായിരിക്കാം. പക്ഷേ എന്താണ്, ക്യുസെൻറ്റ് സെൻറ്ററും അതുപോലെ കോളുമെല്ല ഇനീഷ്യൽസും ഡിറൈവ് ചെയ്യുന്നത് എന്താണ്, ഇവിടെ ഹൈപ്പോഫൈസിൽസ് എന്നാണ്. അതായത് ഹൈപ്പോഫൈസിൽ എന്ന് പറഞ്ഞാൽ വെരി ലാസ്റ്റ് സെൽസ് ഓഫ് ദ സസ്പെൻസറിൽ നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്സ് ഓഫ് പ്ലാന്റ് ട്രാൻസ്ഫോർമേഷൻ ക്യാൻ ബി യൂസ് ടു ഇൻട്രൊഡ്യൂസ് എ ജീൻ ഇൻ ടു ക്ലോറോപ്ലാസ്റ്റ് ജീനോം. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് ജീനോമിലേക്ക് ഒരു ജീനിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ് ഏതാണെന്നാണ് ചോദ്യം. അതിൽ താഴെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ അഗ്രോബാക്ടീരിയം മീഡിയേറ്റഡ് ട്രാൻസ്ഫോർമേഷൻ, സെക്കൻഡ് പാർട്ടിക്കിൾ ഡെലിവറി സിസ്റ്റം, തേർഡ് പെർമിയബിലൈസേഷൻ, ഫോർത്ത് ഇലക്ട്രോപൊറേഷൻ. ഇതിലേതാണ് ക്ലോറോപ്ലാസ്റ്റ് ജീനോമിലേക്ക് ജീനിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, പാർട്ടിക്കിൾ ഡെലിവറി സിസ്റ്റം. പാർട്ടിക്കിൾ ഡെലിവറി സിസ്റ്റമാണ്. അതായത് വിച്ച് ഓഫ് ദ ഫോളോവിങ് മെത്തേഡ് ഓഫ് പ്ലാന്റ് ട്രാൻസ്ഫോർമേഷൻ ക്യാൻ ബി യൂസ്ഡ് ടു ഇൻട്രൊഡ്യൂസ് എ ജീൻ ഇൻ ടു ക്ലോറോപ്ലാസ്റ്റ് ജീനോം. ആൻസർ ഓപ്ഷൻ ബി, പാർട്ടിക്കിൾ ഡെലിവറി സിസ്റ്റമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇനി നമുക്കതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ഡയറക്റ്റ് ജീൻ ട്രാൻസ്ഫർ ഇൻവോൾവ്സ് ഇൻട്രൊഡക്ഷൻ ഓഫ് DNA ഇൻടു പ്ലാന്റ് സെൽ വിതൗട്ട് ദ ഇൻവോൾവ്മെൻറ്റ് ഓഫ് ബയോളജിക്കൽ ഏജൻറ്റ്. അപ്പോൾ ഡയറക്റ്റ് ജീൻ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ബയോളജിക്കൽ ഏജൻറ്റിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഒന്നും ഇല്ലാതെ തന്നെ ഒരു DNA പ്ലാന്റ് സെല്ലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഡയറക്റ്റ് ജീൻ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇതിന് പലതരത്തിലുള്ള മെത്തേഡ്സ് ഉപയോഗിക്കും. വേരിയസ് മെത്തേഡ്സ് ഓഫ് ഡയറക്റ്റ് ജീൻ ട്രാൻസ്ഫേഴ്സ് ആർ ഇലക്ട്രോപൊറേഷൻ, പാർട്ടിക്കിൾ ഗൺ ഡെലിവറി ഉണ്ട്, മൈക്രോ ഇഞ്ചെക്ഷൻ, ലേസർ ഇൻഡ്യൂസ്ഡ് ഫൈബർ മീഡിയേറ്റഡ് ജീൻ ട്രാൻസ്ഫർ. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്, ഡയറക്റ്റ് ജീൻ ട്രാൻസ്ഫറിന് എക്സാമ്പിളാണ്. എന്നാൽ ഈ പാർട്ടിക്കിൾ ഡെലിവറി സിസ്റ്റത്തിൽ ഒരു ടങ്സ്റ്റൺ അല്ലെങ്കിൽ ഗോൾഡ് പ്ലേറ്റഡ് ഗോൾഡ് പാർട്ടിക്കിളിനെ കോട്ടഡ് വിത്ത് DNA അല്ലേ, ടങ്സ്റ്റണോ അല്ലെങ്കിൽ ഒരു ഗോൾഡ് പാർട്ടിക്കിളിനെയോ DNA വെച്ചിട്ട് അതിൻ്റെ പുറത്ത് DNA കോട്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത് അല്ലേ. ടു ബി യൂസ്ഡ് ഫോർ ദ ട്രാൻസ്ഫോർമേഷൻസ് ആർ ആക്സിലറേറ്റഡ് ടു വെലോസിറ്റീസ് വിച്ച് എനേബിൾ ദെയർ എൻട്രി ടു പ്ലാന്റ് സെൽ ഓർ ടിഷ്യൂസ്. അല്ല, ഒരു പ്ലാന്റ് സെല്ലിലേക്കോ ഒരു ടിഷ്യൂസിലേക്കോ എന്ത് ചെയ്യുന്നുണ്ട്, കടത്തിവിടുന്നു. അപ്പോൾ ഈ ടങ്സ്റ്റണിലോ ഗോൾഡ് പാർട്ടിക്കിളിലോ എന്താണ് DNA കോട്ട് ചെയ്തിട്ടാണ് കടത്തിവിടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, imperfect fungi is a group represented by fungal species which have options. Option A, simple mycelia. Option B, no known mechanism of sexual reproduction. Option C, unknown phylogenetic relationship. Option D, lost its survival mechanism against harsh environment. അപ്പോൾ ഫഞ്ചൈ ഇംപെർഫെക്റ്റ് ഫംഗയുടെ അല്ലേ എന്താണെന്നാണ് ഓപ്ഷൻ ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഫംഗൈ ഇംപെർഫെക്റ്റി ഈസ് എ ഗ്രൂപ്പ് റെപ്രസെൻറ്റ് ബൈ ഫംഗൽ സ്പീഷീസ് വിച്ച് ഹാവ് നോ നോൺ മെക്കാനിസം ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ അല്ലേ. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെക്കാനിസം നമ്മൾ അറിയപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഇത് ഇംപെർഫെക്റ്റ് ആണല്ലേ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് നോക്കാം. നമുക്കറിയാം ഫഞ്ചൈ ഇംപെർഫെക്റ്റ് എന്ന് പറയുന്നത് ഡ്യൂറ്റീരിയോമൈസീഡ്സ് ആണ് അല്ലേ. ഫംഗൈ ഇംപെർഫെക്റ്റ് എന്ന് പറയുന്നത് ഏതാണ്, ഡ്യൂറ്റീരിയോമൈസീഡ്സ് ആണ്. അതായത് പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ ക്യാരക്ടേഴ്സ് ഒന്നും കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഇസ് ആൻ ആർട്ടിഫിഷ്യൽ ഗ്രൂപ്പ് അല്ലേ. ഇതെന്ന് പറയുന്നത് എന്താണ്, ഇസ് ആൻ ആർട്ടിഫിഷ്യൽ ഗ്രൂപ്പ് വിച്ച് ലാക്സ് ദ സെക്ഷുവൽ സ്റ്റേജ്. ഇതിൽ സെക്ഷുവൽ സ്റ്റേജ് ആബ്സെൻ്റ് ആണ് അല്ലെ, ഇത് കണ്ടുപിടിച്ചിട്ടില്ല, അറിയപ്പെട്ടിട്ടില്ല. ദീസ് ആർ ഇൻ ഫാക്ട് അസെക്ഷുവൽ സ്റ്റേജസ് of ascomycetes or rarely basidiomycetes whose sexual stage has not been discovered അല്ലേ. അസെക്ഷുവൽ സ്റ്റേജും ഉണ്ട് അല്ലേ ബെസിഡിയോമൈസീഡ്സിലും അതുപോലെ അസ്കോമൈസീഡ്സിലും പോലെ അസെക്ഷുവൽ സ്റ്റേജ് ഇതിനകത്ത് ഉണ്ട്. പക്ഷേ എന്താണ്, സെക്ഷുവൽ സ്റ്റേജ് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇതിനെ ഫംഗൈ ഇംപെർഫെക്റ്റ് എന്ന് പറയുന്നത്. ഫംഗൈ ഇംപെർഫെക്റ്റ് എന്ന് പറയുന്ന ഏത് ഗ്രൂപ്പാണ്, ഡ്യൂറ്റീരിയോമൈസീഡ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദ ഫോട്ടോ റിസപ്റ്റർ കോമൺലി ഇൻവോൾവ് ഇൻ ലൈറ്റ് എൻട്രൈറ്റ്മെൻറ്റ് ഓഫ് ദ ബയോളജിക്കൽ ക്ലോക്ക് ഇൻ ഫ്ലൈസ്, മൗൾസ് ആൻഡ് പ്ലാന്റ്സ് ഈസ്. The photoreceptor commonly involved in light entrainment of the biological clock in flies, moles and plants is.
ഓപ്ഷൻസ് ഫൈറ്റോക്രോം, റോഡോപ്സിൻ, കാരോട്ടിനോയിഡ്, ക്രിപ്റ്റോക്രോം. ഇതിലേതാണ് ആൻസർ വരുന്നതെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ക്രിപ്റ്റോക്രോം ആണ് ആൻസർ. അതായത് ദ ഫോട്ടോ റിസപ്റ്റർ കോമൺലി ഇൻവോൾവ് ഇൻ ലൈറ്റ് എൻട്രെയിൻമെൻറ്റ് ഓഫ് ദ ബയോളജിക്കൽ ക്ലോക്ക് ഇൻ ഫ്ലൈസ്, മോൾസ് ആൻഡ് പ്ലാന്റ്സ്. ആൻസർ ക്രിപ്റ്റോക്രോം ആണ്. എന്താണ് ക്രിപ്റ്റോക്രോം എന്ന് നോക്കാം. ക്രിപ്റ്റോക്രോംസ് എന്ന് പറയുന്നത്, ക്രിപ്റ്റോക്രോംസ് ആർ ഫോട്ടോ സെൻസറി റിസപ്റ്റേഴ്സ് ആണ് ദാറ്റ് റെഗുലേറ്റ്സ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ദ സർക്കേഡിയൻ ക്ലോക്ക് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അപ്പോൾ ക്രിപ്റ്റോക്രോംസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫോട്ടോ സെൻസറി റിസപ്റ്റേഴ്സ് ദാറ്റ് റെഗുലേറ്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ദ സർക്കേഡിയൻ ക്ലോക്ക് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഇനി ക്രിപ്റ്റോക്രോംസ് ആർ എ ക്ലാസ് ഓഫ് ഫ്ലാവോ പ്രോട്ടീൻസ് അല്ലെ. ക്രിപ്റ്റോക്രോംസ് എന്ന് പറയുന്നത് ഒരു ഫ്ലാവോ പ്രോട്ടീൻസ് ആണ്. ക്രിപ്റ്റോക്രോം എന്ന് പറയുന്നത് ഒരു ഫ്ലാവോ പ്രോട്ടീൻ ആണ്, ഫൗണ്ട് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ആനിമൽസിലും പ്ലാന്റ്സിലും കാണപ്പെടുന്ന ഒരു ഫ്ലാവോ പ്രോട്ടീനാണ് ക്രിപ്റ്റോക്രോം എന്ന് പറയുന്നത്. ഫ്ലാവോ പ്രോട്ടീനാണ്. അതുപോലെ എന്താണ്? ആർ സെൻസിറ്റീവ് അല്ലേ, ദാറ്റ് ആർ സെൻസിറ്റീവ് ടു ബ്ലൂ ലൈറ്റിലാണിത് സെൻസിറ്റീവ് ആകുന്നത്. ക്രിപ്റ്റോക്രോംസ് എന്ന് പറയുന്നത് ബ്ലൂ ലൈറ്റിൽ സെൻസിറ്റീവ് ആകുന്ന ഫ്ലാവോ പ്രോട്ടീൻസ് ആണ് ക്രിപ്റ്റോക്രോംസ് എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അടുത്ത ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്